ബഹുമാന്യനായ എം എ യൂസഫലി സാറിനെ കാണാൻ വേണ്ടി രാവിലെ തൊട്ട് നിന്ന ജനങ്ങളാണ് ഇവര്. വീട്ടിനകത്ത് എൻ്റെ 2 മക്കളുമായിട്ട് ഞാൻ കഴിയുന്നു. 2 മക്കളുമായിട്ട് ഞാൻ കഴിയുന്നു. 2 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് ആ പൊളിഞ്ഞ വീട്ടിനകത്ത് ആളുകൾ വന്ന് കയറുന്നു. അതിനു വേണ്ടിയാണ് എൻ്റെ വീട് ജപ്തിയുടെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു പെര കടന്നവൻ അതിനു വേണ്ടിയൊന്നും അല്ലാതെ ഞാൻ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതൊക്കെ കൊടുക്കാൻ മാത്രം മതിയായിരുന്നു. ആരെങ്കിലും കയ്യിൽ ആരെങ്കിലും ഇത്രയും വിഷമമുണ്ടോ? ഞാൻ അസുഖക്കാരി എന്നെ നെഞ്ചൊടിക്കലുണ്ടോ? അത്രയ്ക്ക് വിഷമമുണ്ട്. ഇത്രയും കൊടുക്കാൻ പറ്റിയായിരുന്നു നമുക്ക് കുഴപ്പമില്ലായിരുന്നു സാറ്. കൊടുക്കാൻ പറ്റിയായിരുന്നു നമുക്ക് കുഴപ്പമില്ല. എൻ്റെ 2 മക്കളെ വളരുന്നത് വരെ വലിയ പാടുപെട്ട. ഞാൻ ജോലിക്ക് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു കൊല്ലമായി ഞാൻ ജോലിക്കിറങ്ങി. ഞാൻ ജോലി ചെയ്തെല്ലാം ജീവിച്ചോണ്ടിരുന്നത് 4 കൊല്ലമായി എൻ്റെ ഭർത്താവ്. ഞാൻ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു പോയത്. കാരണം ആ 2 സ്ത്രീകളെ പറഞ്ഞു വിട്ടപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ അത്രയ്ക്ക് ദുഷ്ടന്മാരായിട്ടല്ലേ ആ ക്ലാസ് ഒന്ന് തുറക്കാനേ. ഇത്രയും ജനങ്ങൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുക, എല്ലാവർക്കും വേണ്ടി പറയുക. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നേ, ഞാൻ പെരിഞ്ഞാടെന്ന് വരും. ആരും എന്നെ സഹായിക്കുന്നില്ല. എല്ലാരും അറ്റൻഡ് ചെയ്യണമെന്നില്ല. അല്ല, എല്ലാരും അറ്റൻഡ് ചെയ്യണമെന്നില്ല. പരാതിയില്ല. ലിമിറ്റൊക്കെ ഉണ്ടാവും. അത് വയ്യാഴ്മയായിട്ട് ട്രെയിനകത്ത് ഞാൻ വയ്യാഴ്മ സുഖം ഇല്ലാതെ വന്നതാണ്. മനസ്സിലായല്ലേ? അത്രയ്ക്കും വേണ്ടി അത്രയും അവശത ക്ഷീണവും സാറിന് ഞാൻ എത്ര വട്ടം ഞാൻ കണ്ടതാണെന്നറിയാം സാറ്. അന്നത്തെ നാട്ടിൽ കാണാൻ പറ്റിയില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങൾ വീടില്ലാതിരിക്കും.